പരിമല സെന്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് 70 കോടി രൂപ മുടക്കി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പണിയുന്ന സെന്റ് ഗ്രിഗോറിയോസ് ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനു വേണ്ടിയുള്ള സാമ്പത്തിക സഹായം സൗത്ത് ഫ്ലോറിഡ സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയ്ക്കു വേണ്ടി വികാരി ഫാദർ ജോർജ് ഡാനിയൽ, ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ഫാദർ അലക്സാണ്ടർ കൂടാരത്തിന് നൽകി. കൂടാതെ എയ്റോ സെൻട്രൽ സിഇഒ ജോൺ ടൈറ്റസും ഭാര്യ കുസുമൻ ടൈറ്റസും ഈ സംരംഭത്തിനു വേണ്ടിയുള്ള അവരുടെ സംഭാവനയും ഈ അവസരത്തിൽ നൽകുകയുണ്ടായി. ഡാലസ് കേരള അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡാലസ് ഫോർട്ട് വർത്തിലുള്ള സീനിയർ സിറ്റിസൺമാരെ ആദരിക്കുന്നതിനായി സീനിയർ സിറ്റിസൺസ് ഡേ നടത്തപ്പെട്ടു. അസോസിയേഷൻ ഹാളിൽ വെച്ച് നടത്തപ്പെട്ട ഈ സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രമുഖ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ശ്രീകുമാരൻ നായർ പ്രായമായവർ നേരിടുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ, രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കാവശ്യമായ ചികിത്സകളെപ്പറ്റിയും വിശദീകരിച്ചു. കൂടാതെ മുതിർന്നവരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തപ്പെട്ടു. അസോസിയേഷൻ പ്രസിഡന്റ് രമണി കുമാർ സ്വാഗതവും ജനറൽ സെക്രട്ടറി തോമസ് വടക്കേമുറി നന്ദിയും രേഖപ്പെടുത്തി. ഡാലസ് സെന്റ് തോമസ് കാത്തലിക് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന യൂത്ത് വോളിബോൾ ടൂർണമെന്റ് ഗാർലൻഡിലുള്ള ഗ്രേഞ്ചർ റിക്രിയേഷൻ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. ഡാലസിലെ നിരവധി ടീമുകൾ പങ്കെടുത്ത ഈ മത്സരത്തിൽ കാരൽട്ടൺ സെന്റ് ഇഗ്നേഷ്യസ് ചർച്ചിലെ A-B ടീമുകൾ ഫൈനലിൽ മത്സരിച്ചു. A ടീം വിജയികളായി. മത്സരങ്ങൾക്ക് ചെറിയാൻ ചൂനരാട്, തോമസ് ഫിലിപ്പ്, സണ്ണി സിറിയക് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫിലാഡൽഫിയ മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാപ് സെന്ററിൽ വെച്ച് മെഡിക്കൽ സെമിനാർ നടത്തപ്പെട്ടു. പ്രശസ്ത ഹോമിയോ ഡോക്ടർ ഷാജി കൂടിയാട്ട് മുഖ്യപ്രഭാഷണം നൽകി. പുതിയ ഗവേഷണങ്ങളിലൂടെ ക്യാൻസർ രോഗത്തിനുള്ള ഫലപ്രദമായ ചികിത്സ അദ്ദേഹം വിശദീകരിച്ചു. മാപ് പ്രസിഡന്റ് രാജൻ നായർ സദസ്സിന് സ്വാഗതം ആശംസിച്ചു. നമ്മളെ സമ്മതിച്ച് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ഈ സെമിനാറിലേക്ക് ആർദ്രമായി മാപ്പിന്റെ പേരിൽ സ്വാഗതം ചെയ്യും. I am Dr. Shaji Varghese Kudiyat. I am from Kerala, India. I am visiting Canada, USA and Brazil in this travel for two purposes. And the main purpose is to meet some scientists from US and Brazil to have a collaborative research project to prove scientifically the hypothesis of dynamic science which I am introducing. And the reason and the purpose of introducing dynamic science is to complete the inadequacies and deficiencies of the present science. So many unexplained scientific facts like how cancer develops, how mutation takes place, how homeopathic medicine works, and how spirituality works, all these things. And so simultaneously, along with as a part of my visit in different countries, I am giving and sharing these new concepts and ideas to people for benefiting, especially in the prevention and management of cancer, for the benefit of the suffering people and people around the world, especially in these countries, for them to understand and make use of the benefits of dynamic science. Do you think that homeopathy is actually devised based on that concept? Actually, other than conventional medicine or allopathic medicine, all other systems of medicine has holistic concepts. Not only Ayurveda, homeopathy, Unani, all other systems of medicine has holistic concept. So what is the important thing what I am doing now is giving a scientific explanation how holistic concept works. Even though we know it is working, there is no scientific explanation how it works. That is the plane where dynamic science works. Research collaboration ഏതോ ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുന്നതിനാണ് ഡോക്ടർ ഷാജിയുടെ എത്തിയിരിക്കുന്നത്. അത് ഏത് ഏജൻസിയാണെന്നും എവിടെയാണെന്നും എന്താണ് ഉദ്ദേശമെന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. മെയിനായിട്ട് ഞാനിപ്പോൾ 2 സയൻറ്റിസ്റ്റുകളാണ് US ബ്രസീലിലും കാണുന്നത്. ഒന്ന് US ബ്രൂസ് ലിപ്റ്റൺ എന്ന് പറയും, കാലിഫോർണിയയിലുള്ള. അദ്ദേഹം ജീനോം പ്രൊജക്റ്റിലെ മെമ്പറായിരുന്നു. അദ്ദേഹത്തെ ഇവിടെ 23-ാം തീയതി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രസീലിലുള്ള ഡോക്ടർ ഇത്തമാർ റൂയിസ് എന്ന് പറയും. അവിടുത്തെ ബുധന്താർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, DNA സീക്വൻസിംഗ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടുത്തെ ഡോക്ടർ ഇത്തമാർ റൂയിസുമായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ട്.
ഡോക്ടർ ബ്രൂസ് ലിപ്റ്റണും ഡോക്ടർ ഇത്തമാർ അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലുള്ള കാർഡിഫ് യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റ് അവർ വേൾഡ് ക്യാൻസർ കോൺഗ്രസ് വന്നിരുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലോറിഡ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ സി വി റാവു ഉണ്ട്. നമ്മളിത് ചെയ്യാൻ പോകുന്നത് DNA സീക്വൻസിങ് വഴിയാണ്. ദാറ്റ് ഇസ് എ ഹ്യൂജ് മണി നീഡഡ് ഫോർ ദാറ്റ്. അപ്പോൾ അത് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ന്യൂജേഴ്സി കോൺഫറൻസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതായി നാഷണൽ പ്രസിഡന്റ് ജോസ് കണിയാലി അറിയിച്ചു. ന്യൂജേഴ്സിയിലെ ഹോളിഡേ ഇന്നിൽ വെച്ച് ഒക്ടോബർ 30-31 തീയതികളിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്ന് ശ്രീ പ്രതാപവർമ്മ കൈരളി TV, CL തോമസ് ഏഷ്യാനെറ്റ്, ജോസ് കെ മാണി MP, റോഷൻ അഗസ്റ്റിൻ MLA തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കുന്നതായിരിക്കും. കൂടാതെ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ദൃശ്യ, മാധ്യമ, സാഹിത്യ പ്രവർത്തകർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഒഹായോയിലെ പ്രശസ്തമായ കെസ് വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓമന സൈമൺ ചെറുകര നഴ്സിംഗിൽ ഡോക്ടറേറ്റ് നേടി. ഡയബറ്റീസ് ആൻഡ് ടെലിഹെൽത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി അവതരിപ്പിച്ച ഗവേഷണത്തിനാണ് ഓമന സൈമന് ഡോക്ടറേറ്റ് ലഭിച്ചത്. നാഷണൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ നഴ്സസ് ഓഫ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ ഇവർ ഹ്യൂസ്റ്റണിലെ VA ഹോസ്പിറ്റൽ ടെലിഹെൽത്ത് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരുന്നു. മലയാളി അസോസിയേഷൻ ഓഫ് സെൻട്രൽ ഫ്ലോറിഡയുടെ അർദ്ധവാർഷിക പൊതുയോഗവും ട്രസ്റ്റി ബോർഡ് തിരഞ്ഞെടുപ്പും ഓഗസ്റ്റ് 23-ന് മാർ ഗ്രിഗോറിയോ സിറിയൻ ഓർത്തഡോക്സ് പാരിഷ് ഹാളിൽ വെച്ച് നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് T. ഉണ്ണികൃഷ്ണൻ 8133340123 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അറ്റ്ലാന്റ ഇന്ത്യൻ ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഗ്ലോബൽ മാൾ പാലസിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ മുൻ പ്രസിഡന്റ് മനോജ് കൂട്ടുപള്ളി അധ്യക്ഷത വഹിച്ചു. റെജി ചെറിയൻ പ്രസിഡന്റ്, സെബാസ്റ്റ്യൻ തളിയത്ത് സെക്രട്ടറി, മാത്യു വർഗീസ് ട്രഷറർ, ആൽബർട്ട് തോമസ് വൈസ് പ്രസിഡന്റ് എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. സെബാസ്റ്റ്യൻ തളിയത്ത്, ആൽബർട്ട് തോമസ് എന്നിവർ സംഘടനയുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് നൽകി. 30 വർഷം പിന്നിടുന്ന കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ 2010-ലേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. റെജിമോൻ എബ്രഹാം പ്രസിഡന്റ്, എബ്രഹാം തോമസ് വൈസ് പ്രസിഡന്റ്, സോഫി വിൽസൺ സെക്രട്ടറി, മനോജ് പാട്ടത്തിൽ ജോയിന്റ് സെക്രട്ടറി, വിജേഷ് കാര ട്രഷറർ, ദീപ്തി നായർ ജോയിന്റ് ട്രഷറർ, ഡോക്ടർ രുക്മിണി പത്മകുമാർ കോർഡിനേറ്റർ, മാലിനി നായർ കൾച്ചറൽ അഫയേഴ്സ്, ഡോക്ടർ നൈന ഫിലിപ്പ് യൂത്ത് അഫയേഴ്സ്, ദിവ്യ നായർ സോഷ്യൽ ആക്ടിവിറ്റീസ്, റോയി മാത്യു മീഡിയ കോർഡിനേറ്ററായും തിരഞ്ഞെടുക്കപ്പെട്ടു. കമ്മ്യൂണിറ്റി ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.